അവ്യക്ത സന്ദേശം. ബാബയുടെ സമീപത്ത് എത്തിച്ചേർന്നപ്പോൾ ബാബയുടെ സമീപത്ത് രാംലോചൻ ഭായ് ഇരിക്കുകയായിരുന്നു. ശാന്തിയുടെ മൂർത്തിയായി ബാബയെയും നോക്കുന്നുണ്ടായിരുന്നു, എന്നെയും നോക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ബാബ ഇന്ന് രാംലോചൻ ഭായിക്ക് നിമിത്തമായി ഓർമ്മകളും ഭോഗുമായി വന്നിരിക്കുകയാണ്. അപ്പോൾ ബാബ പറഞ്ഞു, അതിനാലാണ് ബാബ കുട്ടിയെ ആദ്യമേ തന്നെ എമർജ് ചെയ്തത്, തൻ്റെ സമീപത്ത് ഇരുത്തിയിരിക്കുന്നത്. ബാബ പറഞ്ഞു, കുട്ടിയുടെ പേര് എങ്ങനെയുള്ളതായിരുന്നോ ആ രാമൻ എന്ന പേര് ഓരോരുത്തരുടെയും ചുണ്ടുകളിൽ സ്വതവേ വരുന്ന ഒന്നാണ്. ബാബ പറഞ്ഞു, ഈ കുട്ടി തൻ്റെ ജീവിതകാലത്തിൽ ധാരാളം ബ്രാഹ്മണ ആത്മാക്കളുടെ ബ്രാഹ്മണ പരിവാരത്തിൻ്റെ ആശീർവാദങ്ങൾ ശേഖരിച്ചു. അപ്പോൾ ബാബ എന്നോട് ചോദിച്ചു, കുട്ടി എങ്ങനെയാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, ബാബ 2-4 കാര്യങ്ങൾ എനിക്ക് കേൾപ്പിക്കുവാൻ കഴിയും. എന്നാൽ അങ്ങ് ഏത് രൂപത്തിലാണ് എന്നോട് ചോദിക്കുന്നത് എന്നതിൻ്റെ രഹസ്യം എനിക്കറിയില്ല. ബാബ പുഞ്ചിരിച്ചു. ബാബ പറഞ്ഞു, തുടക്കം മുതൽ ഈ കുട്ടിയിൽ ഒന്നാമതായി ജ്ഞാനം കേൾപ്പിക്കുന്നതിൻ്റെ സംസ്കാരം, സേവനം ചെയ്യുന്നതിൻ്റെ ഭാവന, പിന്നെ എപ്പോഴാണോ ശാന്തിവനം നിർമ്മിക്കപ്പെട്ടത് അതിനു മുമ്പേ കുട്ടി ഒരു സ്ഥാനം തിരഞ്ഞെടുത്തിരുന്നു. ബ്രാഹ്മണരുടെ വയറ് നിറയ്ക്കുന്നതിൻ്റെ, ആഹാരം നൽകുന്നതിൻ്റെ, ബ്രാഹ്മണരെ തൃപ്തമാക്കുന്നത്. ഈ ഒരു ലക്ഷ്യം ഈ കുട്ടി മനസ്സിൽ വച്ചിട്ടുണ്ടായിരുന്നു. ഭോലാനാഥൻ്റെ ഭണ്ഡാരയാണ് എങ്കിലും നിമിത്തമായി ആരെങ്കിലും ഏതെങ്കിലും പ്രകാരത്തിലുള്ള ഭോഗിനു വേണ്ടി വിളിക്കുമായിരുന്നപ്പോൾ വളരെ സഹജമായ രീതിയിൽ അവരെ എല്ലാ രീതിയിലും സന്തുഷ്ടമാക്കി കുട്ടി നൽകുമായിരുന്നു. ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞിരുന്നില്ല. സംഗമയുഗത്തിൽ ഉദരപൂജ ചെയ്ത് ബ്രാഹ്മണ ആത്മാക്കളെയും അന്യ ആത്മാക്കളെയും ഈ കുട്ടി സന്തോഷിപ്പിച്ചു. അതിനാൽ ഏറ്റവും കൂടുതൽ ആശീർവാദങ്ങൾ ഈ കുട്ടിയുടെ പക്കലുണ്ട്. ഏറ്റവും വലിയ ഖജനാവിതാണ്. ബാബ പറഞ്ഞു, വയറ്റിലേക്ക് ഭക്ഷണം പോകുമ്പോൾ ആത്മാവും ശരീരവും മനസ്സും വളരെയധികം സന്തോഷിക്കുന്നു. ബാബയുടെ കുട്ടികളും അതനുസരിച്ച് സന്തോഷത്തോടെ പോകുമായിരുന്നു. ബാബ ഇങ്ങനെ കേൾപ്പിക്കുകയായിരുന്നപ്പോൾ രാംലോചൻ ഭായ് വളരെ സ്നേഹത്തോടെ ബാബയുടെ നേർക്ക് നോക്കുകയായിരുന്നു. ബാബ പറഞ്ഞു, കുട്ടി ഞാൻ എന്ത് കേൾപ്പിക്കട്ടെ? ഓരോരോ കുട്ടിയുടെയും വിശേഷത നോക്കുകയാണെങ്കിൽ ബാബയുടേതായതിനു ശേഷം ബാബയുടെ കുട്ടികളിൽ എത്ര വിശേഷത, എത്ര ശക്തി നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ രാംലോചൻ ഭായി ഇടയ്ക്ക് വെച്ച് പറഞ്ഞു, ബാബ എല്ലാം നൽകുന്നവനും ചെയ്യിക്കുന്നവനും അങ്ങാണ്. ബാബ പറഞ്ഞു, ബാബ ചെയ്യിക്കുന്നവൻ തന്നെയാണ്. എന്നാൽ ഏത് കുട്ടികളാണോ ചെയ്യുന്നത് അവരെ കൊണ്ടാണ് ബാബ ചെയ്യിക്കുന്നത്. ബാബയ്ക്ക് ആ കുട്ടികളിൽ വളരെയധികം വിശ്വാസമുണ്ട്. ബാബ പറഞ്ഞു, അതിനാൽ ഈ കുട്ടിക്ക് ബ്രാഹ്മണ പരിവാരത്തിൻ്റെ വളരെയധികം ആശീർവാദങ്ങളുണ്ട്. ഈ കുട്ടി തൻ്റെ ജീവിതത്തിൽ വളരെയധികം സരളതയോടെ പോയിക്കൊണ്ടിരുന്നു. അധികം ഏറ്റക്കുറച്ചിലുകളിൽ വന്നില്ല. മനസ്സ് വളരെയധികം സ്ഥിരമായിരിക്കുമായിരുന്നു. ബാബയിലും ബാബയുടെ സേവനത്തിലും മാത്രം ഈ കുട്ടിക്ക് വിശേഷ അറ്റൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ബാബ ഇന്ന് ഇദ്ദേഹത്തിന് നിമിത്തമായി ഭോഗ് കൊണ്ടുവന്നിരിക്കുകയാണ്, അങ്ങ് സ്വീകരിപ്പിച്ചാലും. ബാബ ഭോഗിൻ്റെ താലം തുറന്നു. ഏതാനും ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ടില്ലാത്തതുപോലെ തോന്നി. ഭോഗിൻ്റെ താലം കണ്ടുകൊണ്ട് രാംലോചൻ ഭായ് വളരെയധികം സന്തോഷിച്ചു. മധുബനിൽ നിന്നും ശാന്തിവനത്തിൽ നിന്നുമുള്ള ഭോഗ് കണ്ട്, താലങ്ങൾ കണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ സന്തോഷിക്കുവാൻ തുടങ്ങി. ബാബ വളരെ സ്നേഹത്തോടെ
ഭായിജിയെ ഭോഗ് സ്വീകരിപ്പിച്ചു. ബാബ പറഞ്ഞു, കുട്ടി എല്ലാവരെയും സന്തുഷ്ടമാക്കി. ഇപ്പോൾ ബാബ ഈ കുട്ടിയിൽ സന്തുഷ്ടമാണ്. ബാബ പറഞ്ഞു, കുട്ടി ഇപ്പോൾ വതനത്തിലാണ്. ബാബ ഇതും കാണുകയാണ്. ബ്രാഹ്മണ പരിവാരത്തിന് താങ്കളോട് എത്ര സ്നേഹമാണുള്ളത്. എല്ലാവരും വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കുട്ടിക്ക് വിട നൽകി. കുട്ടിയുടെ പുതിയ വസ്ത്രം, അതായത് ശരീരത്തിൻ്റെ കാര്യത്തിൽ ബാബ പറഞ്ഞു, ഈ കുട്ടി ഏത് സ്ഥാനത്താണോ പോകുന്നത് അവിടെയും ഈ കുട്ടി സേവനം ചെയ്യും. കാരണം ഈ കുട്ടിക്ക് സേവനത്തോട് വളരെയധികം താല്പര്യം ഉണ്ടായിരുന്നു. എന്തെങ്കിലും ജ്ഞാനം കേൾപ്പിക്കുന്നതിൻ്റെ താല്പര്യമുണ്ടായിരുന്നു. ഇത്രയും കേൾപ്പിച്ച ശേഷം ബാബ പറഞ്ഞു, ഇപ്പോൾ ബാബ ഈ കുട്ടിയെ ഭോഗ് സ്വീകരിപ്പിച്ചു കഴിഞ്ഞു. എന്നോട് പോയിക്കൊള്ളാൻ പറഞ്ഞു. കാരണം എല്ലാ ബ്രാഹ്മണർക്കും ശക്തമായി വയർ വിശക്കുകയാണ്. പിന്നെ രാംലോചൻ ഭായി വളരെ വളരെ സ്നേഹത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു, എൻ്റെ സ്നേഹസ്മരണകൾ എല്ലാവർക്കും നൽകണം. ബാബ എന്നോട് പറഞ്ഞു, കുട്ടി താഴേക്ക് പോയിക്കൊള്ളൂ. എല്ലാവർക്കും സങ്കല്പം നടക്കുകയാണ്. അതിനാൽ താഴേക്ക് പോകൂ. പിന്നെ എല്ലാവരും ബ്രഹ്മഭോജനം സ്വീകരിക്കും. എല്ലാവർക്കുമുള്ള സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു.